സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ കൺസെഷൻ കാർഡും അതേപോലെ തന്നെ ബസ്സിലെ ഫൈറ്റ്. ആൻഡ് അതിനെക്കുറിച്ച് നമ്മൾ തെറ്റും ശരിയും അതേപോലെ നിയമവശം നമുക്ക് നോക്കാം. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ 40 കിലോമീറ്റർ ആണ് ഇതിന്റെ അനുവദിക്കപ്പെട്ട ചുറ്റളവ് എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ 27 വയസ്സിന് മേലെയുള്ളവർക്കും അതേപോലെ പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജുകൾക്കും ഇത് ബാധകമല്ല. കൺസെഷൻ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കി യൂഷ്വൽ ടിക്കറ്റ്സിനെ പോലെ ഈ കൺസെഷൻ കാർഡിൽ നമുക്ക് ഇരുന്നു പോകാനും അതേപോലെ തന്നെ നിന്നു പോകാനുമുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇപ്പൊ കാണുന്ന ഭൂരിഭാഗം പ്രൈവറ്റ് ബസ്സുകൾക്കും KSRTC ബസ്സുകളും കണ്ടുവരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കൺസെഷൻ കാർഡുള്ള കുട്ടികളെ എണീപ്പിച്ചു നിർത്തുന്നതും അതേപോലെ തന്നെ ബാക്കി ഫുൾ ടിക്കറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നതും. അത് ശരിയാണോ തെറ്റാണോ നമുക്കൊന്ന് നോക്കാം. കൺസെഷൻ കാർഡുള്ള ഒരു കുട്ടിയെ നമ്മൾ സീറ്റിൽ നിന്ന് എണീപ്പിച്ചിരുന്നത് നിയമപ്രകാരം ഒരു കുറ്റം തന്നെയാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 177 പ്രകാരം 500 രൂപ വരെ പിഴ കിട്ടാവുന്ന ഒരു വിഷയമാണത്. സെക്ഷൻ 206 ആൻഡ് 207 പ്രകാരം ഇത് ത്രെട്ടനിങ് ഓർ എനി രീതിയിലൊക്കെ അബ്യൂസ് നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതും കുറ്റകരമായ വിഷയമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഹറാസ്മെന്റ് ഓർ ഡിസ്ക്രിമിനേഷൻ വരികയാണെങ്കിൽ ഇത് ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻസിലും വരുന്നതായിരിക്കും. സെക്ഷൻ 504 പ്രകാരം ഏതെങ്കിലും ഇന്റൻഷണൽ ആയിട്ടുള്ള ഇൻസൾട്ട്, 509 പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള ജസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഇൻസൾട്ടും ഇതിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും. ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടായ ആളാണ് നിങ്ങളെങ്കിൽ എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വിഷയം സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് വരെ പോകാവുന്നതാണ്. അതേസമയം നമ്മളിങ്ങോട്ട് ഒതുങ്ങാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ നമുക്ക് കോളേജ് അഡ്മിനുകളാക്കി നമുക്ക് ഒഫീഷ്യലി പോകാവുന്നതാണ്. അതേസമയം അതുമല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു കൺസെഷൻ കാർഡുള്ള വ്യക്തിക്ക് വരുന്ന ആനുകൂല്യങ്ങളും തെറ്റും ശരിയും. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും നിയമപരമായും അതേപോലെ തന്നെ മനുഷ്യത്വപരമായും എടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.